ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ പെണ്ണുങ്ങും കുറച്ച് ധൈര്യം വന്നിക്കണം കേട്ടോ. നമുക്ക് ഇങ്ക വരണം ചെയ്ത് 3.5 കൊല്ലൊക്കെ ആയിട്ടുള്ളില് അങ്ങനെ എന്തെങ്കിലും പണി ഇപ്പൊ ഞാൻ ഇഞ്ചൊരു പണി എങ്ങാണ്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ ഇഞ്ച പണി ഇതാണ്, നിങ്ങളെ പണി ഇപ്പൊ തന്നെ നാട്ടുകാർക്ക് ഉപകാരമല്ല വീഡിയോ ചെയ്യാതെ കയറി 2 വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ ഈ തെറി എഴുതണോന് പിന്നെ ഓന് ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് കണ്ടുകൂടാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ എനിക്ക് വരലുണ്ട്. അപ്പൊ അത് ഒരു നമ്മൾ ചെയ്യണത് ഒരു ഉപകാരല്ലേ? ഓക്കെ, ഇപ്പം വേറൊരു ഇൻകം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്നാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. എത്ര നാളായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്? വെറും 4 കൊല്ലമായിട്ടുള്ളൂ. 4 വർഷമായിട്ടുണ്ട്. നമുക്ക് ഇൻകം വരണം ചെയ്ത് 3.5 കൊല്ലൊക്കെ ആയിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വണ്ടി ഏറ്റവും കൂടുതൽ നമ്മള് ഈ യാത്രകളല്ലേ, ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നട്ടോട്ട് വിടുകയാണ്. അവിടെ ഒരു കണ്ടന്റ് കിട്ടട്ടെ, വണ്ടി എടുത്തുകൊണ്ട് എണ്ണ അടിച്ച് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും 2 കണ്ടന്റിലും കിട്ടട്ടെ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ പോണത്. അപ്പോൾ എനിക്ക് തടി അളിയാണ്ട് പണിയെടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കുറെ ഇതാണ്. അങ്ങനെ എന്തെങ്കിലും പണി ഇപ്പൊ ഞാൻ ഇഞ്ചൊരു പണി എങ്ങാണ്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ ഇഞ്ച പണി ഇതാണ്, നിങ്ങളെ പണി ഇപ്പൊ തന്നെ. ഇഞ്ച പണി ഇതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓരോ കണ്ടന്റ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്കാർ ഒരുപാട് ഇപ്പൊ ഞാൻ ഇവര് പറയും നാട്ടുകാർക്ക് ഉപകാരമല്ല വീഡിയോ ചെയ്യാതെ കയറി 2 വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഈ ഫേസ്ബുക്ക് കൂടി പോരെ. ഈ ഒരു പേജില് ഒരുപാട് വൃദ്ധസദനത്തിക്ക് ലക്ഷങ്ങൾ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇഞ്ച പൈസ അല്ല, ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ കൂടി ഒരുപാട് മദ്രസകൾ, ഒരുപാട് പിന്നെ പാവപ്പെട്ട രോഗികൾക്കും വേണ്ടിയാണ്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിരിക്കണം. അതൊക്കെ ഓരോ അക്കൗണ്ട് കയറി നമ്മളൊരു വീഡിയോ ചെയ്തിടുമ്പോൾ പിന്നെ ഒരു ചോദിച്ചപ്പോൾ എത്ര 20 ലക്ഷം വന്ന് 25 ലക്ഷം വന്ന് എന്നൊക്കെ പറയുമ്പോ നമ്മളെ കൊണ്ടല്ലേ കിട്ടിയത്. ഇപ്പൊ ഈ തെറി എഴുതണോന് പിന്നെ ഓന് ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് കണ്ടുകൂടാൻ കജൂല. ഞാനിവിടെ കൊറേ മലപ്പുറം ഭാഷ പഠിച്ചിരിക്കണ്. അയ്യോ, എനിക്ക് കൊറേ കഴിഞ്ഞിട്ട് എനിക്ക് മറക്കുവോ ഇക്ക പറയുന്നതൊക്കെ ഞാൻ പറയും. ചിലപ്പോ കയറി പറയും ചാന്ദിപൂട്ടില് ദിലീപ് പോലെ ചാന്ദിപൂട്ട് കഴിഞ്ഞിട്ട് ദിലീപ് ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ദിലീപ് പിന്നെ മാറ്റം വരണമെങ്കിൽ കൊറേ ടൈം എടുത്തു. അതെ, പക്ഷെ എനിക്കിഷ്ടം, എനിക്ക് നിങ്ങളുടെ എനിക്കിഷ്ടം. അപ്പോ ഇങ്ങനെ തന്നെ സ്നേഹിച്ച് വീർപ്പുമുട്ടിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. ഇത്ത നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ, ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് എടുക്കുക. ഏതായാലും നമ്മളെ സബ്സ്ക്രൈബ് നല്ല വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥനകളാണ്. ആരെ പ്രാർത്ഥനയാണ് ഫലം ചെയ്യാന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മള് പറയും ഇതൊക്കെ നിങ്ങള് ചിലപ്പോ ബലടിയിൽ നാടകത്തിലാണ് ഇതൊക്കെ പറയണ രോഗവും കാര്യങ്ങളൊന്നും. അതൊന്നുമല്ല, നാളെ ഞങ്ങൾ പോണത് കോയമ്പത്തൂരാണ്. കാരണം ഞാൻ എവിടെ പോകേണ്ടത്, ഞാൻ ആ സ്റ്റോറിയും കാര്യങ്ങളും ഇന്ന ഡോക്ടറെ കണ്ട് അങ്കമാലി പോയി അവിടുത്തെ ഡോക്ടറെ വീഡിയോ ഇട്ട്, അതേപോലെ പിന്നെ വേറെ ഡോക്ടറെ പോയി അവിടുത്തെ വീഡിയോ ഇട്ട്. പക്ഷെ ഇതൊക്കെ ഇടുമ്പോ എന്താ പറയുക, ഒരുപാട് ഇത്ര പേഷ്യന്റിനെ ഞങ്ങക്ക് വിളിക്കലേ അറിയോ, നിങ്ങളെ അസുഖം ഇവിടുന്ന് ഞാൻ ചികിത്സ ഇപ്പൊ നടത്തുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ സുഖം ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ എനിക്ക് വരലുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യണത് ഒരു ഉപകാരല്ലേ? ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ അറിയിച്ചു കൊടുക്കുക. നമ്മളിപ്പോ വീഡിയോ ചെയ്യാണ്, നമ്മളിപ്പോ വീഡിയോയിൽ എന്താ നമ്മളെ പറയണത്, ഇതാ ഞങ്ങൾ ഇന്ന് ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഞാനും ജെസ്സി ഇപ്പൊ പോവാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയാണ്, ജെസ്സിന്റെ രോഗസംബന്ധമായ കാര്യങ്ങൾക്ക് വന്നതാണ് അറിയും. അപ്പൊ ഇതൊരു റീച്ചിനും വേണ്ടിയാണല്ലേ. ഇതേപോലെ അനുഭവിക്കണ ഒരുപാട് ക്യാൻസർ പേഷ്യന്റ്, ബ്രെയിൻ ട്യൂമർ പേഷ്യന്റ് ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ ഇതൊരു ഉപകാരമാവുകയാണ്. പിന്നെ എത്ര ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാനെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ പെണ്ണുങ്ങും കുറച്ച് ധൈര്യം വന്നിക്കണം കേട്ടോ, ഓള് ഇതേമാതിരി ഈ രോഗിയാണ്. അതായത് ചെറിയ രോഗമുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചുമ്പോ ഇത്രയും വലിയ രോഗം വെച്ചാണ്ട് എങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ കഴിച്ചണം എനിക്ക് പറയും. അതാ ഇപ്പൊ പറഞ്ഞെ, ചിരിച്ച് കളിച്ച് നന്നായിട്ട് നടക്കാൻ പറ്റട്ടെ. നമ്മളെ വേദനയും കാര്യങ്ങളും നമ്മളെ മനസ്സിൽ അത് പുറത്തായിട്ട് ഞാൻ ഇങ്ങനെ സങ്കടത്തിലാണ് നിങ്ങൾ ഇതാക്കി അങ്ങനെ പറയണ്ട, നമുക്ക് ആവശ്യമില്ലല്ലോ. സ്വീറ്റ് കപ്പിളായിട്ട് മുന്നോട്ട് പോകാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം കേട്ടോ. ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് ആ കാര്യത്തിൽ ഉഷാറാണ്.